റോസ്മേരി 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 ഇപ്പോൾ കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ഇതിൻ്റെ പുറകെയാണെന്ന് തോന്നും. അത്രയുണ്ട് ഇതിൻ്റെ മഹാത്മ്യം. അങ്ങനെ കാണുമ്പോൾ നമുക്കും ഇത് മേടിച്ചൊന്ന് പരീക്ഷിക്കാൻ തോന്നും അല്ലേ? പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇത് നമുക്ക് വേണ്ടതാണോ, നമ്മുടെ മുടിക്ക് ചേരുമോ, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ? അതൊന്നും അറിയാണ്ട് ഇത് വാങ്ങി ഉപയോഗിക്കരുതേ. ഉപയോഗിച്ച ചിലവർക്ക് പണി കിട്ടി. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതിനെക്കുറിച്ച് കുറച്ച് ഓടി നടന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കി കുറച്ച് പഠിച്ചു കുറച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മേടിച്ച് പരീക്ഷിക്കാണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വാങ്ങിച്ചു. ഇപ്പോൾ 2 മന്തായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് കറക്റ്റ് ടൈമാണ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഓടി നടന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് റോസ്മേരി, ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഇതാർക്കൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് റോസ്മേരി എന്താണെന്നറിയോ? മിക്കവർക്കും അറിയായിരിക്കും അല്ലേ? ഇത് ശരിക്കും ഒരു ഹെർബാണ്. നമ്മുടെ പനിക്കൂർക്ക, തുളസിയൊക്കെ പോലെ നല്ല മണമുള്ള ഒരു ഹെർബ്. നമ്മുടെ നാട്ടിലിത് കേൾക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും 5-6 വർഷമായിട്ടുണ്ടാവുള്ളൂ. അതിന് മുന്നേ നമ്മൾ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇതിനെക്കുറിച്ചൊന്നും വളരെ ചുരുക്കമായിരിക്കും കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ പുറത്തുള്ളവരാണ് ഇത് യൂസ് ചെയ്തത്. അവർ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കും. വേറെ എന്തിനൊക്കെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ മുടി വളരുമില്ലോ എന്ന് അറിഞ്ഞാൽ പോരെ. അപ്പം നമുക്കത് നോക്കിയാലോ. ഇത് മുടി അടിപൊളിയായിട്ട് വളർത്തും. ഇത് നന്നായിട്ട് മുടി വളരാനും നമുക്ക് ഡാൻഡ്രഫ് കളയാനും ഒക്കെ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പം ആരും മുടി വളരില്ല എന്നൊന്നും പേടിക്കണ്ട. ഇത് എന്തായാലും മുടി വളർത്തുന്നൊരു സാധനമാണ്. കാരണം ഇതിനകത്ത് ആൻറ്റി ഓക്സിഡും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ ഉള്ളത് കാരണം നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടി വളരാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് അടിപൊളി സാധനമാണ് മുടി വളർത്താൻ. ഇതിൻ്റെ പോസിറ്റീവ് തന്നെ ഇതൊന്നാണ്. മുടി നന്നായിട്ട് വളർത്തും. പിന്നെ ഡാൻഡ്രഫ് കളയും, നമ്മുടെ മുടിക്കൊരു ഹെൽത്തി ലുക്ക് കിട്ടും, ഹെയർ ഫോൾ കുറയ്ക്കും, ഹെൽത്തി സ്കാൽപ്പായിട്ടിരിക്കും. ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളായിട്ട് വരുത്തി വെക്കുന്ന ഒരു സൈഡ് എഫക്റ്റാണ് ഇതിനുള്ളത്. കാരണം ഇത് ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്കാൽപ്പ് സെൻസിറ്റീവ് ആവും. അപ്പോൾ അതേ തുടർന്ന് സ്കാൽപ്പ് ബേൺ ആവാനും ചാൻസ് ഉണ്ടാവും. പിന്നെ ഇത് എപ്പോൾ ഉപയോഗിക്കുന്നവർ, ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ ഈ ബോഡി ഹീറ്റ് കൂടുതലുള്ളവർ ഇത് ഉപയോഗിക്കാണ്ടിരിക്കുമായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ റോസ്മേരി എന്ന് പറഞ്ഞത് തന്നെ കുറച്ച് ചൂട് ഉള്ള സാധനമാണ്. അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ ശരീരത്തിന് ചൂടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്കാൽപ്പിലൊക്കെ തൊട്ട് നോക്കിയാൽ അറിയാം, നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലേക്കാളും കുറച്ചുകൂടി കൂടുതലുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്ത് ചിലപ്പം ഇങ്ങനെ ഹെയർ ഫോള് കൂടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരാഴ്ച നിങ്ങൾ ഒരാഴ്ച ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാവും നമ്മുടെ സ്കാൽപ്പിൽ, ഇത് നമുക്ക് പറ്റുമോ, നമ്മുടെ ഹെയറിന് സ്യൂട്ടാണോ എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇത് വച്ചുകൊണ്ടിരിക്കരുത്. ഇത് മേടിച്ചതല്ല, ഇത്രയും വാങ്ങിച്ചതല്ല, ഇനി എന്ത് ചെയ്യുമെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഉള്ള മുടിയും കൂടി കളയാൻ നിൽക്കരുത്. പിന്നെ ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഒന്ന് യൂസ് ചെയ്യാണ്ടിരിക്കുമായിരിക്കും നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിക്കുക യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ കുട്ടികളിൽ ഒരു 10 വയസ്സ് മേലോട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി ആണെങ്കിൽ ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോണറൊക്കെ അവൈലബിൾ ആണല്ലോ, അപ്പോൾ അതൊന്നും കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യണ്ട. നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് എസെൻഷ്യൽ ഓയില്, പിന്നെ നമുക്ക് നമുക്ക് ഫ്രഷ് ലീഫും പിന്നെ ഉണങ്ങിയിട്ടുള്ള ഇലയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ 3 രീതിയിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ, ഓയിലാണെങ്കിൽ നമ്മൾ കാരിയർ ഓയിലിൻ്റെ കൂടെ വേണം ഇത് യൂസ് ചെയ്യാൻ, നേരിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ ഫ്രഷ് ലീഫ് കിട്ടുന്നവർ ഇപ്പോൾ അങ്ങനെ തിളപ്പിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം. അല്ലാന്നുള്ള ഉണങ്ങിയിട്ടുള്ള ലീവ്സാണ് കിട്ടുന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് 1-2 സ്പൂൺ വെള്ളത്തിലിട്ടിട്ട് പിന്നെ തിളപ്പിക്കുക. ഓവർ കുക്കാക്കരുത്. അങ്ങനെ നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കാം. അങ്ങനെ ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. പിന്നെ ലാസ്റ്റ് റിൻസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് മുടിയൊക്കെ നമ്മൾ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ വെള്ളം നമുക്ക് ഒഴിച്ച് നമുക്ക് റിൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓയിൽ വേണമെങ്കിൽ 1-2 തുള്ളി ഷാമ്പൂവിൽ മിക്സൊക്കെ ചെയ്തിട്ട് നമുക്ക് ഷാമ്പൂ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ടോണറായിട്ടാണ് യൂസ് ചെയ്യുമെങ്കിൽ രാത്രിയിൽ 1 മണിക്കൂർ മുന്നേ യൂസ് ചെയ്യണം.
എന്നാന്ന് വെച്ചാൽ ഈ നനഞ്ഞ മുടിയോട് കൂടി കിടക്കാണ്ടിരിക്കുക. അപ്പോൾ ഹെയർ ഫോൾ കൂടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നിർത്തണം എന്ന് തോന്നുന്നവർ പതുക്കെ പതുക്കെ നിർത്താം. ഒറ്റയടിക്ക് നിർത്തി ഇപ്പോൾ മുടി കൊഴിയോ അങ്ങനെയൊന്നും പേടി വേണ്ട. ഇത് പതുക്കെ പതുക്കെ നമ്മുടെ മുടിയിൽ നിന്ന് വരിക. അതായത് ഇപ്പോൾ എല്ലാ ദിവസവും ആഴ്ചയിൽ തേക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ 3-4 ദിവസം ആക്കുക, പിന്നെ 2 ദിവസമാവും, 1 ദിവസം ആക്കുക, അങ്ങനെ പതുക്കെ പതുക്കെ നിർത്തുക. എനിക്കിത് ഉപയോഗിച്ചിട്ട് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് മാറ്റം ഉണ്ടായി. കുറച്ച് ബേബി ഹെയർസൊക്കെ വന്നു, പിന്നെ ഡാൻഡ്രഫ് കുറഞ്ഞു, പിന്നെ കുറച്ച് മുടിക്ക് ലെങ്ത്ത് വെച്ചിട്ടുള്ള പോലെ തോന്നി. അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള പോലെ തോന്നി മുടി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക് കേട്ടോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.